ചെറിയ പെരുന്നാൾ ദിനം ഇന്ന് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നൽകിക്കൊണ്ടാണ് ഫോർട്ട് കൊച്ചി അമരാവതി ജുമാ മസ്ജിദിന് മുൻപിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശ്രീ കാർത്തികേയ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ SNDP ഭാരവാഹികൾ ചേർന്നുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന മനോഹരമായ കാഴ്ച. ഈ കാഴ്ചകൾ എന്നും മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന കാഴ്ചകളാണ്. 30 നോൻപ് കഴിഞ്ഞ് നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് പെരുന്നാൾ ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഫോർട്ട് കൊച്ചി ശാഖായോഗം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളൊരു ചായ സൽക്കാരമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ വിഘടനവാദങ്ങൾക്കെതിരായിട്ടും നമ്മുടെ സഹോദരങ്ങളെപ്പോലെ കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യം അതുപോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന വാക്ക് മനസ്സിലാക്കിക്കൊണ്ട് SNDP യോഗം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഫോർട്ട് കൊച്ചി ശാഖയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പരിപാടി നടക്കുന്നത്. ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ശാഖയുടെ എല്ലാ ഭാരവാഹികൾക്കും കൊച്ചി യൂണിയൻ്റെ പ്രത്യേകിച്ച് കൊച്ചി യൂണിയൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവിധ പെരുന്നാൾ ആശംസകളും നേർന്നുകൊള്ളുന്നു. വളരെ സന്തോഷമുണ്ട്. അമരാവതിയിലെ ഹിന്ദു സഹോദരന്മാർ ഇവിടെ ഇന്ന് ഒരു ചായ സൽക്കാരം നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനെ തുടർന്ന് ഒരാശയം പറഞ്ഞ സുഹൃത്ത സന്തോഷമാണ്. ഈ കാർത്തിക ക്ഷേത്രത്തിലെ കാവടി ആഘോഷത്തോടനുബന്ധിച്ച് അവിടെ ഒരു ദാഹജലം വിതരണം ചെയ്യാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ഞങ്ങൾ സന്തോഷവും സ്വീകരിക്കുകയും അത് ഞങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് പെരുന്നാൾ ദിനത്തിൽ ഞങ്ങളൊരു ചായ സൽക്കാരം നടത്താമെന്ന് പറഞ്ഞതും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ സന്തോഷമാണ് ആശയം മുന്നോട്ട് വെച്ചത്. സന്തോഷിനും പ്രവർത്തകർക്കും അമരാവതി മുസ്ലിം ജമാഅത്തിൻ്റെ പേരിലും അമരാവതി മുസ്ലിം പള്ളി സംരക്ഷണ സമിതി എന്ന നിലയിലും ഞങ്ങളുടെ ഈദ് ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് കൊച്ചിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. ഏവർക്കും ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ന്യൂസ് ടുഡേക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും റിഡ്ജൻ റിബല്ലോ.